കടലിലെ ഏറ്റവും ബുദ്ധിമാനായ ജീവികളിൽ ഒന്നാണ് ഡോൾഫിൻ. ഇവയ്ക്ക് സ്വന്തം തിരിച്ചറിയൽ ശബ്ദമുണ്ട്. കണ്ണടച്ച് ഉറങ്ങാറില്ല. മനുഷ്യരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഡോൾഫിനെക്കുറിച്ചുള്ള അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങൾ അറിയാം. പലരും ഡോൾഫിൻ ഒരു മത്സ്യമാണെന്ന് കരുതുന്നു. എന്നാൽ അത് തെറ്റാണ്. ഡോൾഫിൻ ഒരു സസ്തനിയാണ്. അതിനർത്ഥം ശ്വാസമെടുക്കാൻ വായു ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നു. ശരീരത്തിൻ്റെ താപനില സ്വയം നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടെ ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വന്ന് ശ്വാസം എടുക്കേണ്ടി വരും. ലോകത്തിലെ മിക്ക സമുദ്രങ്ങളിലും ഡോൾഫിനുകളെ കാണാം. ചില ഇനങ്ങൾ നദികളിലും ജീവിക്കുന്നു. ബോട്ടിൽ നോസ് ഡോൾഫിൻ, സ്പിന്നർ ഡോൾഫിൻ, ഓർക്ക അഥവാ കില്ലർ വെയിൽ ഡോൾഫിൻ, പിങ്ക് റിവർ ഡോൾഫിൻ ഇവയാണ് പ്രസിദ്ധമായ ഇനങ്ങൾ. ഇപ്പോൾ ലോകത്ത് ഏകദേശം 40-ലധികം ഡോൾഫിൻ ഇനങ്ങൾ അറിയപ്പെടുന്നു. ഡോൾഫിനുകൾ കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം തിരിച്ചറിയാൻ കഴിയുന്ന വളരെ കുറച്ച് ജീവികളിൽ ഒന്നാണ്. ഇവയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും, ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയും, പരസ്പരം സഹകരിച്ച് വേട്ടയാടാനുള്ള കഴിവുമുണ്ട്. ഡോൾഫിനുകൾ വിസിൽ, ക്ലിക്ക്, മറ്റ് ശബ്ദങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. ഓരോ ഡോൾഫിനും വ്യത്യസ്തമായ ഒരു സിഗ്നേച്ചർ വിസിലുണ്ട്. ഇത് ഒരു വ്യക്തിഗത തിരിച്ചറിയൽ ശബ്ദമാണ്. മറ്റു ഡോൾഫിനുകൾ ഈ ശബ്ദം തിരിച്ചറിഞ്ഞ് പരസ്പരം കണ്ടെത്തുന്നു. വെള്ളത്തിനടിയിൽ ഇരുട്ടായാലും ഡോൾഫിനുകൾക്ക് വേട്ടയാടാൻ കഴിയും. അതിന് കാരണം എക്കോലൊക്കേഷനാണ്. ഇവ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആ തരംഗങ്ങൾ വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതിലൂടെ ഇരയുടെ സ്ഥാനം, ദൂരം, വലിപ്പം, ദിശ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഡോൾഫിനുകൾ ഒരേ സമയം മുഴുവൻ മസ്തിഷ്കവും ഉറക്കത്തിലാക്കില്ല. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം മാത്രം വിശ്രമിക്കുമ്പോൾ മറ്റേ ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ശ്വാസമെടുക്കാൻ മറക്കില്ല. ശത്രുക്കളെ ശ്രദ്ധിക്കാനും കഴിയും. ഡോൾഫിൻ സാധാരണയായി ഒരു കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. ജനിച്ച ഉടൻ അമ്മ ഡോൾഫിൻ കുഞ്ഞിനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് തള്ളിക്കൊണ്ടുപോകും. ആദ്യ ശ്വാസമെടുക്കാൻ സഹായിക്കാനാണ് അത്. ഡോൾഫിനുകൾ കൂട്ടമായാണ് ജീവിക്കുന്നത്. ഈ കൂട്ടത്തെ പോഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു പോഡിൽ ഏതാനും ഡോൾഫിനുകളിൽ നിന്ന് 100 കണക്കിന് ഡോൾഫിനുകൾ വരെ ഉണ്ടായേക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡോൾഫിനുകൾ മുങ്ങി മരിക്കാൻ പോകുന്ന ആളുകളെ തീരത്തേക്ക് തള്ളിക്കൊണ്ടുപോയതായും സ്രാവുകളിൽ നിന്ന് സംരക്ഷിച്ചതായും നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡോൾഫിനുകളും ഇങ്ങനെ പെരുമാറുമെന്ന് ഉറപ്പില്ലെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോൾഫിനുകൾക്ക് മണിക്കൂറിൽ ഏകദേശം 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ നീന്താൻ കഴിയും. മത്സ്യങ്ങൾ, കണവ, ചെമ്മീൻ പോലുള്ള ചെറിയ സമുദ്രജീവികൾ എന്നിവയാണ് ഇവ ഭക്ഷിക്കുന്നത്. ഇനമനുസരിച്ച് ഡോൾഫിനുകളുടെ ആയുസ്സ് വ്യത്യാസപ്പെടും. പല ഇനങ്ങൾക്കും ഏകദേശം 20 മുതൽ 50 വർഷം വരെ ജീവിക്കാൻ കഴിയും. ഇന്ന് ഡോൾഫിനുകൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. സമുദ്ര മലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മീൻപിടുത്ത വലകളിൽ കുടുങ്ങൽ, അമിത മത്സ്യബന്ധനം, കാലാവസ്ഥാ വ്യതിയാനം ഇവ പല ഡോൾഫിൻ ഇനങ്ങളെയും അപകടത്തിലാക്കുന്നു. ഡോൾഫിനുകൾക്ക് രുചി തിരിച്ചറിയാൻ കഴിയും. ചാടിക്കളിക്കുന്നത് ഇവയുടെ സ്വാഭാവിക സ്വഭാവമാണ്. ചില ഡോൾഫിനുകൾ ദിവസവും 100 കണക്കിന് കിലോമീറ്റർ വരെ സഞ്ചരിക്കും. കുഞ്ഞു ഡോൾഫിനുകൾ ജനിച്ച ആദ്യ ആഴ്ചകളിൽ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ. ഡോൾഫിനുകളെക്കുറിച്ചുള്ള ഇത്രയും അത്ഭുതകരമായ വിവരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ ഫാക്റ്റ് ഏതാണ്? കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ മലയാളം ഫാക്ട്സ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.